ഡിസംബർ 21 മുതൽ 27 വരെ ഞങ്ങളുടെ എടപ്പാൾ ഷോറൂമിൽ ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങൾക്കൊപ്പം അത്യാകർഷകമായ ട്രഡീഷണൽ ആഭരണങ്ങൾ കൂടി ഒത്തുചേരുന്ന അത്യപൂർവമായ സംഗമം. വരൂ, ഈ സ്വർണ്ണ വിസ്മയം മലബാറിനൊപ്പം ഒരാഘോഷമാക്കൂ. തൃത്താല ആനക്കരയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ 10 ഏക്കറോളം നെൽകൃഷി വെള്ളത്തിനടിയിലാണ്. തോട് പൊട്ടിയാണ് വൻതോതിൽ കൃഷിയിടത്തിലേക്ക് വെള്ളം ഒഴുകിയെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ 10 ഏക്കറോളം നെൽകൃഷിയാണ് ആനക്കര പഞ്ചായത്തിൽ പൂർണ്ണമായും നശിച്ചിരിക്കുന്നത്. മലമക്കാവിൽ തോട് പൊട്ടിയുള്ള വെള്ളം പാടശേഖരത്തേക്ക് കുത്തിയൊലിച്ചെത്തിയോടെയാണ് നെൽകൃഷി നശിച്ചിരിക്കുന്നത്. ആനക്കര പട്ടിത്തറ പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ പങ്കിടുന്ന അയ്യമ്മക്ക കരിമ്പിലം തോടാണ് പൊട്ടിയത്. ഇതോടെ 60 ദിവസം മുപ്പായ മലമൽക്കാവ് ചേരള പാടശേഖരത്തിലെ 10 ഏക്കർ നെൽകൃഷിയാണ് വെള്ളത്തിൽ മുങ്ങിയത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഒരു മഴ പെയ്താൽ തോട് പൊട്ടുന്ന അവസ്ഥയാണ്. ഇതിന് പരിഹാരം കാണണമെന്ന് കർഷകർ നേരത്തെ തന്നെ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടതാണ്. എന്നാൽ ഇതുവരെയും നടപടി ഉണ്ടായില്ല. ആ പട്ടിത്തറ പഞ്ചായത്തും പിന്നെ അതേമാതിരി തന്നെ ആനക്കര പഞ്ചായത്തിന്റെയും ബോർഡറാണിത്. ഒരു തരത്തിൽ ഇപ്പൊ 6-7 കൊല്ലായിട്ട് 10 ജില്ല 11 കൊല്ലായി ഞാൻ ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മളിവിടെ ഒരു സൈഡ് നേരെയാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് വെള്ളത്തെ കൊണ്ടുപോയി ചാടിക്കാന്നല്ലാണ്ട് ഇവിടെ ശരിക്കുള്ള തോട് കെടുക്കുന്നുണ്ട്. ആ തോട് ഒരിക്കലും ഒരു പ്രാവശ്യം തൊഴിലുറപ്പുകാരടക്കം ഈ തോട്ടിൽ ഇറങ്ങില്ല അറിഞ്ഞിട്ട് തൊഴിലുറപ്പുകാരെ കൊണ്ടുവന്നപ്പോ അവര് തിരിച്ചുപോയി. ഇവിടെ ഒന്ന് കെട്ടിയിട്ട് ഈ ശരിക്ക് ആ തൊഴിലുറപ്പുകാരെ കൊണ്ട് ഈ സൈഡൊക്കെ പണിയെടുപ്പിച്ച കാര്യങ്ങൾ ക്ലിയറായി, ഒരു പ്രശ്നമില്ല. ഇത് രണ്ടാൾക്കാരും പട്ടിത്തറ പഞ്ചായത്തും ആനക്കര പഞ്ചായത്തും ഇതേവരെ യാതൊരു കാര്യം ചെയ്തില്ല. ഒരു പ്രാവശ്യം മണ്ണ് ഞങ്ങളൊക്കെ കൂടിയിട്ട് കുറ്റിയടിച്ചിട്ട് കെട്ടിയെന്നല്ലാണ്ട് അതുകൊണ്ട് കാര്യമില്ല. കാരണം വെള്ളം വന്നതൊക്കെ തള്ളിപ്പോവുക. മഴ പെയ്താൽ പറക്കുളം, മലമൽക്കാവ് എന്നീ കുന്നിന് മുകളിൽ നിന്നുള്ള വെള്ളം മുഴുവനും കുത്തിയൊലിച്ചെത്തുന്നത് ഈ നെൽപ്പാടത്തിലേക്കാണ്. പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവരാണ് പല കർഷകരും. അതുകൊണ്ട് തന്നെ കൃഷിനാശം ഇവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ആ വർഷങ്ങളായതിന്റെ ശേഷം ബന്ധപ്പെട്ട ആളുകളൊക്കെ അതിന്റെ വിവരം അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാടശേഖര സമിതിയൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നവർക്ക് ആനക്കര മനമക്കാവ് പാടശേഖരത്തിൽ ചർലപ്പാടം കൃഷിക്കാരാണ് ഇവിടെ കൂടുതലും ഉള്ളത്. 100 ചില്ലാന ഏക്കറ ഈ ഭാഗത്ത് തന്നെ ഉണ്ട്. ഇത് ഈ പറക്കുളം കുന്ന് മനമക്കാവ് കുന്നിൻ്റെ മുകളിലൊക്കെ ഉള്ള മുഴുവൻ മഴ പെയ്ത വെള്ളവും ഇതിലാണ് പോകുന്നത്. അപ്പോൾ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ നെല്ല് കംപ്ലീറ്റ് മൂടി. പലപ്പോഴും നെല്ല് കേടന്ന് പോയിട്ട് വീണ്ടും നടേണ്ട ആവശ്യം കൃഷിക്കാർക്ക് ഭയങ്കര നഷ്ടവും കാര്യങ്ങളൊക്കെ. ഇത്തരത്തിൽ മഴ പെയ്താൽ തോട് പൊട്ടി വെള്ളം കൃഷിയിടത്തിലേക്ക് എത്തുന്നതിന് പരിഹാരം കാണുവാൻ ശാശ്വതമായ നടപടികൾ വേണമെന്നാണ് കർഷകരുടെ ആവശ്യം.